ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു ഓവർകം നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്കൊരു ബുക്കിലേക്ക് പകർത്തി എഴുതാം. ലൈഫിൽ നാം ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, നാം കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറില്ലേ? ഒരുപാട് കഴിവുള്ള ആൾക്കാർ എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. നാം നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ താഴ്ചകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഉയർച്ചയെ ഉണ്ടാവുകയുള്ളൂ. നാം തന്നെയാണ് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ നാം തന്നെ തീരുമാനിക്കണം, നാം തന്നെ ട്രൈ ചെയ്യുകയും വേണം. നമ്മളെ താഴ്ത്താനായിട്ടാണ് നെഗറ്റീവ് ചിന്തകൾ വരുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവയെ പോസിറ്റീവാക്കി നാം വിഷ്വലൈസ് ചെയ്യണം. നല്ല കാര്യങ്ങളാണ് നടക്കുക എന്ന് നാം ചിന്തിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരുപാട് ആളുകൾ നശിച്ചിട്ടുള്ളത് നെഗറ്റീവ് ചിന്തകളെ നിർത്താൻ ശ്രമിച്ചത് കൊണ്ടാണ്. അത് നെഗറ്റീവാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരിക്കലും ബാധിക്കരുത്. നാം ഏതൊക്കെ സാഹചര്യങ്ങളിൽ എല്ലാം രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു വരിക എന്നതിന് ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ആ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏത് സാഹചര്യത്തിലാണ് നാം ഡിസ്റ്റർബ്ഡ് ആകുന്നതെന്ന്. നമ്മളൊക്കെ രാവിലെ എണീറ്റ ഉടനെ എന്താണ് ചെയ്യാറുള്ളത്? പഠനങ്ങൾ പറയുന്നത് 80% ആളുകളും എണീറ്റ ഉടനെ ഫോൺ സ്ക്രോൾ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അത് എത്ര നല്ലതല്ല. കാരണം നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ ഫോൺ നോക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ സ്റ്റാറ്റസും പോസ്റ്റും ഒക്കെ ആയിരിക്കും കാണാറുള്ളത്, സോഷ്യൽ മീഡിയസിലുള്ള. അതിന് നമ്മൾ കമൻ്റ് ഇടാനും ഒക്കെ പോവാറില്ലേ? അവിടെ നാം എൻഗേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. നാം മറ്റു കാര്യങ്ങളിൽ തലയിടാൻ പോകുന്നു. അതൊരു നെഗറ്റീവ് തോട്ടാണ്. അതിനു പകരം എണീറ്റ ഉടനെ വാതിലും ജനലുമൊക്കെ തുറന്ന ശേഷം നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തരും നമുക്ക്. അടുത്തതായിട്ട്, രാവിലെ എണീറ്റ ഉടനെ നല്ല സ്മെല്ലുകൾ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു ക്യാൻഡിലോ തിരിയോ കുന്തിരിക്ക അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും നമുക്ക്, ഫ്രഷ് ഫ്ലവേഴ്സോ എന്തെങ്കിലും നമുക്ക് ടേബിളിൽ കൊണ്ടുവയ്ക്കാം. നമ്മുടെ ഡൈനിങ് ഏരിയയിലോ എവിടെയായാലും ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഗാർഡനിൽ നിന്നും പൊട്ടിച്ച് വയ്ക്കുകയും ചെയ്യാം. കിച്ചണിലും ഹാളിലുമൊക്കെ വയ്ക്കാം. അത് കണ്ണിനും മനസ്സിനും ഒരു കുളിർമ തരുന്നു. അതുപോലെ തന്നെ ശബ്ദം കുറച്ച് സംസാരിക്കാം. രാവിലെ എണീച്ച് തന്നെ കുട്ടികളോടൊക്കെ അലറി വിളിച്ച് ബഹളം വെച്ച് സംസാരിക്കുന്നതിന് പകരം ശാന്തഭാവത്തിൽ നമുക്ക് ലൈറ്റായിട്ട് സംസാരിക്കാം. ലൈറ്റ് മ്യൂസിക്കുകൾ കേൾക്കാം, കുറഞ്ഞ ശബ്ദത്തിലുള്ള മെലഡീസൊക്കെ കാണാം. അതുപോലെ തന്നെ ഓരോരുത്തരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, അവരവർ വിശ്വസിക്കുന്ന മേഖലകളിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് രാവിലെ വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കാം. അതൊക്കെ നമുക്ക് മനസ്സിന് പോസിറ്റീവ് വൈബ് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ സാധിക്കും. നെഗറ്റീവ് ചിന്തകളെ മാറ്റി മറിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.